ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് പരമാനന്ദ സുഖം. നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി കാണുമല്ലേ? ഒരു 2 ആഴ്ച കൂടുതൽ എന്തായാലും ആയി കാണും. വയ്യ കൂട്ടുകാരെ, വയ്യ. ക്ഷയരോഗം പിടിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു ചെറിയ പനി വന്നതാ. ചെറുതല്ല, ചെറിയ പനി. എൻ്റെ പൊന്നുമോള് എനിക്ക് കൊണ്ട് സമ്മാനിച്ചതാ അമ്മയ്ക്ക്. അവർക്ക് പോകണം. ഇപ്പൊ എനിക്കായി. പിന്നെ എനിക്ക് സമ്മാനം അങ്ങനെ സമ്മാനിച്ചു. ഈ മോളെ കാര്യമൊന്നും പറയാതെ എന്നെ ഇങ്ങനെ കോരിയാണ് ബെഡിൽ നിന്നൊക്കെ എടുത്തോണ്ട് പോയത്. ഈ ചോരിന്ന് വടിച്ചെടുക്കാന്നൊക്കെ പറയും പോലെ ചോരിന്നൊക്കെ വടിച്ചെടുത്ത് ബെഡിൽ നിന്ന് വലിച്ച് എടുത്തോണ്ടൊക്കെയാണ് പോയത്. അങ്ങനെ ട്രിപ്പ് വിട്ടു. ഇനി എത്ര ട്രിപ്പ് ഇട്ടെന്ന് എനിക്ക് തന്നെ ഞാൻ ഇന്നലെ എടുത്തിട്ടില്ല. കുറെ ഇഞ്ചക്ഷനും കയറ്റി അതിന്റെ ചെറിയൊരു പച്ചയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാത്തത്. കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ വലിയ ഭേദമൊന്നുമില്ല. പനി മാറി, ആ ചുമ അങ്ങോട്ട് വിട്ടു പോകണില്ല. പനി വന്നപ്പോ പിടിച്ചൊരു ചുമയാണ്, ചുമയോട് ചുമ. ചുമച്ച് നേരത്തെ പനി വന്നപ്പോ ഉള്ള ചുമ ഇപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ തൊണ്ട ഇവിടം തൊട്ട് ഇവിടെ വരെ മുറിയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ടു ഒരുവിധം സമാധാനിച്ച് അങ്ങനെ വരണം. എന്ന് കുറയോ കംപ്ലീറ്റ് ആയിട്ട് എന്ന് കുറയോന്ന് എനിക്ക് അറിഞ്ഞു. കുളിച്ച് കുട്ടൊക്കെ ഇന്ന് ഒന്ന് പനി വന്നതിന് ശേഷം എന്നാണ് കുളിച്ചത്. അങ്ങനെ ആക്ഷേപിക്കണ്ട. ഞാൻ മേലെ അത്ര വൃത്തികെട്ട ഇതല്ല. ഞാൻ മേലെന്നും കഴിയും, പുറമൊന്നും കഴിയും. തല ഇന്നാണ് ഒന്ന് നനച്ച് വാഷിംഗ് മെഷീനിൽ കഴുകി പറക്കി എടുത്തിരുത്തിയിരിക്കുന്നു. എന്നാലും മമ്മി ഇന്നലെ ആറ്റോണ്ട് പൊങ്കാലയ്ക്ക് ആറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് സുഖം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പോവാൻ പറ്റുമെന്ന് പ്രാവശ്യത്തെ ആറ്റോക്കോല് പൊങ്കാല വേണ്ട, ദൈവം അമ്മ അനുഗ്രഹിക്കണേ പോവാം, അമ്മ സഹായിക്കണേ പോവാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇരുന്നത്. കാരണം അത്രയ്ക്ക് വയ്യ, പനി ചുമയൊക്കെ ആയി. ഈ ആറ്റുകോല് പോണതിന് തലേ ദിവസവും ഞാൻ വെള്ളം ചൂടാക്കി കുളിച്ചത്. എന്നിട്ടും പേടിച്ച് അമ്മയുടെ നടയിൽ എന്താവട്ടെ, അമ്മ എന്നെ കൈവിടില്ല എന്ന് വിചാരിച്ചു. ആ സമയമായപ്പം നമ്മൾ പോണ്ടെന്ന് വിചാരിച്ചാലും ഒരു അങ്കല ഒരു ആറ്റോലമ്മ ആറ്റോ നട നമ്മളത് പോയി ഞങ്ങൾ മനസ്സിലാകാതെ ഇതായി മാറി. അവൻ പോവാതിരുന്ന അതിനെക്കാട്ടിയും ഒരു വിഷമം സംഭവം. എന്തോ രാത്രിയോട് ഞാൻ എല്ലാം സെറ്റപ്പാക്കി രാവിലെ എന്നെ ചേട്ടൻ കൊണ്ട് പോയി പൊങ്കാലയ്ക്ക് പോയി. മണ്ടപ്പൂറ്റ് കിട്ടി, തെരളി കിട്ടി, പായസം കിട്ടി. എല്ലാം ഞാൻ കുറേ കാണാൻ വയ്യാത്തതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കില്ല, കുറച്ച് എല്ലാം നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്ത് സുഖമായിട്ട് പോയി പൊങ്കാലയിട്ട് വന്നു. അങ്ങനെ കൂട്ടുകാരങ്ങളെല്ലാവരും പൊങ്കാലയ്ക്ക് പോയാൽ അതൊരു ഇനി ഒരു വർഷം ഇന്ന് പറഞ്ഞ അത് നിങ്ങൾ വിചാരിക്കും ഞാൻ വേറെ എന്തോ കൊണ്ട് പറയണില്ല. ഇന്ന് ഉറങ്ങി രാവിലെ എഴുതിയിട്ടും ഇന്ന് ഈ സമയം വീട്ടിൽ നിൽക്കുമ്പോഴും ആ പൊങ്കാലയുടെ ഓർമ്മയും പൊങ്കാലയിട്ട സ്ഥലവും ആ ജനങ്ങളും അതെല്ലാം തന്നെയാണ് മനസ്സിൽ. അപ്പം ഞാൻ വിചാരിക്കും എല്ലാവർക്കും ഇങ്ങനെയാണോ എന്തോ. എൻ്റെ ഉള്ളിൽ നിന്ന് അത് മാറുന്നതേ ഇല്ല. എവിടുന്നോ വന്ന ആൾക്കാർ നമ്മളെ അടുത്ത് നിന്ന് പൊങ്കാല ഇടുന്നു. പിന്നെ അവരുമായിട്ട് നമ്മൾ കൂട്ടായി സംസാരങ്ങളായി എന്തെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞെടുത്തു. ആ ഓർമ്മയാണ് ഇന്ന് ഇതുവരെയും വീട്ടിലിരുന്നിട്ടും ഇന്നലത്തെ ആ ഒരു ഓർമ്മയാണ്. പൊങ്കാലയ്ക്ക് പോയ സാഹചര്യവും അവിടെ അടുത്ത് നിന്ന് പൊങ്കാലയ്ക്ക് ഓരോ വർഷം പോകുമ്പോഴും നമുക്ക് പുതിയ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഒരു വർഷം ഈ വർഷം പോയി അടുത്ത വർഷം ഇതേ ആൾക്കാരല്ലായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം നിന്ന സ്ഥലത്ത് തന്നെയാണ് പ്രാവശ്യം നിന്ന് പൊങ്കാലൊക്കെ ഇട്ട് എല്ലാം സുഖമായിട്ട് നടന്നു. വീട്ടിൽ വന്ന് എല്ലാവരും ഒരു കുഴപ്പമില്ല ഇതുവരെ. ഇന്നായപ്പോഴത്താണ് അതിന് ക്ഷീണവും. ഇന്നലെ പൊങ്കാലയ്ക്ക് പോകാൻ സമയത്തിന് ഒന്നും ഒരു കുഴപ്പമില്ല, പൊങ്കാലയിട്ട് റെഡിക്കുക. അപ്പം കൂട്ടുകാർക്കൊക്കെ മണ്ടപ്പിറ്റും ചെറലിയും പായസമൊക്കെ കിട്ടിയെന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ അടുത്തൊരു വർഷം കാത്തിരിക്കണം അമ്മയുടെ നടയിൽ പൊങ്കാലയിൽ. അല്ലാതെ നമുക്ക് പോവാം, ക്ഷേത്രത്തിൽ നമ്മൾ പോകും, ഇടയ്ക്ക് നമ്മൾ പോയി തൊഴാൻ വേണ്ടി പോകാം.
എന്നാലും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വേറെ വിശേഷമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒരു പനീര ലക്ഷണങ്ങളും ഇതൊക്കെ വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഒന്നും ക്ലിയറായിട്ടൊന്നും പോകുന്നില്ല. അതിനിടയ്ക്ക് DSCക്ക് 11-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ അത് അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പോലും പേടിച്ചാണ് ഇരുന്നത്. അങ്ങനെ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അതിനു മുമ്പ് ദൈവം സഹായിച്ച് ഇത്രയൊക്കെ അസുഖങ്ങൾ മാറ്റി തന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി തൊട്ടങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് എന്നെ. ഓക്കെ, അപ്പോൾ ശരി, ഇന്ന് അത്രേ ഉള്ളൂ വിശേഷങ്ങൾ. ബൈ ബൈ, സീ യു.